ലോൺ കിട്ടും. 2012 അല്ലേ? അതെ. 11 തൊട്ടുള്ള വണ്ടികൾക്കൊക്കെ നമ്മൾ ലോൺ ചെയ്യും. എല്ലാ വണ്ടികളും കിട്ടിയെന്ന് വരില്ല. കമ്പനി നിർത്തിയ വണ്ടിക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. ഈ ഷെവർലെറ്റിന്റെ വണ്ടിക്ക് അങ്ങനെ ലോൺ കിട്ടില്ല. ഇതൊക്കെ നമുക്ക് ലോൺ ഇട്ട് തരാം. പ്രശ്നമില്ല. നമ്മുടെ ഈ പ്രൊഫൈൽ ഓക്കെ ആയാൽ മതി. സിവിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ലോൺ ശരിയാവും. അതെ. ഞാനുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ യൂസർ കാർ ഷോറൂമായ ബ്ലൂ വേ മോട്ടോഴ്സിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് 7 സീറ്റർ വണ്ടികൾ, അതിനേക്കാളും ഏറെ ചെറുവണ്ടികളും നിങ്ങൾ തപ്പി നടക്കുന്ന എല്ലാ വണ്ടികളും ഇവിടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. സ്വിഫ്റ്റ് കാർ, അതുപോലെ തന്നെ വാഗനർ നോക്കുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. 1 ലക്ഷം രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഏകദേശം 7 സീറ്റർ എല്ലാ കമ്പനി വണ്ടികളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടുത്തെ എല്ലാ വണ്ടികളും നിങ്ങൾക്ക് കാണണമെങ്കിൽ എൻ്റെ ചാനൽ ഫോളോ അപ്പ് ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇവിടെ കാണിക്കുന്ന ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിൻ്റെ ഡീറ്റെയിൽ അറിയാനോ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ചാൽ മതി. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത് എല്ലാം ചെറുവണ്ടികളാണ്. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് 7 സീറ്റർ കാണിച്ചു തരാം. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ജിതിൻ ചേട്ടനാണ്. ജിതിൻ ചേട്ടൻ എന്തൊക്കെയുണ്ട്? നല്ല സുഖല്ലേ? പിന്നെ ഞാൻ തൃശ്ശൂരിൽ ആദ്യമായിട്ടാണ്, തൃശ്ശൂർ ജില്ല ഞാൻ കുന്നംകുളത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ. തൃശ്ശൂരിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ടൗണിലല്ലേ? ടൗണില്. പിന്നെ അതല്ല ജിതിൻ ചേട്ടാ, ഇവിടെ ഏകദേശം മാക്സിമം എത്ര വണ്ടികൾ ഉണ്ടാവും സ്റ്റോക്ക്? ഒരു 90 വണ്ടിക്ക് മേലുണ്ടാവില്ലേ? ഒരു 100 വണ്ടികളൊക്കെ ഉണ്ടാവില്ല. അപ്പോ ജിതിൻ ചേട്ടാ, ഇത് കറക്റ്റ് ഈ ലൊക്കേഷൻ എവിടെ വരുന്നത് ഒന്ന് പ്രേക്ഷകരോട് ഒന്ന് പറഞ്ഞു കൊടുക്കും. ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂർ റോഡ്, പൂങ്കുന്നം പുഴയ്ക്കൽ. ഈ പൂങ്കുന്നാണ് പ്ലേസ് വരുന്നത്. അപ്പൊ അത് എന്റെ നന്ദിലത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, നന്ദിലത്ത് ജിമാർട്ട്, അതിന്റെ നേരെ മുമ്പിലുള്ള വലിയൊരു യാർഡാണ്. ആദ്യമായിട്ട് നമുക്ക് ഈ ഉണ്ടൈന്റെ ക്രേറ്റ നമുക്ക് കാണിച്ചു കൊടുക്കാം. ജിതിൻ ചേട്ടാ, ഇത് മോഡൽ എത്രയാണ് വരുന്നത്? ഇത് 2021 പെട്രോൾ ആണ്. പെട്രോൾ വണ്ടി അല്ല, 2021 മോഡൽ. ന്യൂ മോഡലാണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ വെറും 24,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. തന്നെ 24 ഓടിയിട്ടുള്ളൂ. സർവീസ് കാര്യങ്ങളൊക്കെ കമ്പനി സർവീസ് ആണ്. ഓക്കെ. പ്രൈസ് വരുന്നത് ഒരു 11,10. 11,10 ആണ്. ഓക്കെ, 11,10 ചോദിക്കുന്നത്. ഓക്കെ, ഇത് ക്രേറ്റ 1.5 ആണല്ലേ? 1.5. ഓക്കെ, മാനുവൽ വണ്ടി, ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ ആണ്. വണ്ടി നല്ല വണ്ടിയല്ല, തട്ടുമുട്ട് കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് ആണ്. വില കുറയോ? വില നമുക്ക് നെഗോഷ്യബിൾ ആണ്, അത് കുഴപ്പമില്ല. എന്താ വേണ്ടത് ചെയ്യാം. അത് നമ്മൾ വിളിക്കുകയാണെങ്കിൽ നമുക്ക് അത് കുറച്ച് കൊടുക്കാനായിട്ട് നമുക്ക്. ഓക്കെ. അപ്പൊ 2021 മോഡല് ഉണ്ടായി ക്രേറ്റ പെട്രോൾ വണ്ടിയാണ്, മാനുവൽ ആണ്. ഏകദേശം 24,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. പിന്നെ ഇവര് ചോദിക്കുന്നത് 11,10 ചോദിക്കുന്നത്. വില നെഗോഷ്യബിൾ ആണ്, വില കുറച്ച് തരും. വില കട്ട് ചെയ്തിട്ട് കുറച്ച് കൊടുക്കൂലേ? നമുക്ക് എന്താ വേണ്ടത് ചെയ്യാം, കസ്റ്റമർ വരട്ടല്ല. ഓക്കെ, വില കട്ടിയായിട്ട് കുറച്ച് തരും. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോട്ടോ. ഇവിടെ നമുക്ക് ചെറിയ പൈസക്ക് വണ്ടി നോക്കി നടക്കുന്നവർക്ക് ഒരുപാട് വണ്ടികളുണ്ട് ഇവിടെ. നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ആദ്യമായിട്ട് നമുക്ക് ഒരു സാൻഡ്രോ നോക്കാം. ഇത് മോഡൽ എത്ര തന്നെ? ഇത് 2012 ആണ് വണ്ടി, പക്ഷെ 13-ലാണ് രജിസ്റ്റർ ചെയ്തത്. ഓക്കെ, സാൻഡ്രോ സിംഗ്. ഓക്കെ, എത്ര ഓട്ടം ഉണ്ട്? ഇത് ഓട്ടം 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. ചെറിയ ഓട്ടം ഓടിയ വണ്ടിയാണ് കേട്ടോ. സിംഗിൾ ഓണറും കൂടിയാണ് വണ്ടി. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. എങ്ങനെയുണ്ട് വണ്ടി? വണ്ടി നല്ല വണ്ടിയാണ്, ഒരു പ്രശ്നമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. മെക്കാനിക്കൽ പരമായിട്ട് എന്തെങ്കിലും ചെറിയൊരു ഫാമിലിക്ക് നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടി അല്ലേ? ഓക്കെ, മെക്കാനിക്കൽ ഫുൾ ആണ്, ഒക്കെ ക്ലിയർ ആക്കി, യാതൊരു കംപ്ലൈന്റ് കാര്യങ്ങൾ ഫോൾട്ട് ഒന്നുമില്ല. നല്ല വണ്ടി. എത്ര ചോദ്യം? അത് 2.30 2.30 ചോദിക്കുന്നില്ലേ? 2012 മോഡൽ 13 റേസൻ 2.30 ചോദിക്കുന്നത്. വില കുറച്ച് കൊടുക്കൂലേ? വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി ആയതുകൊണ്ടാണ് ഈ വില ചോദിക്കുന്നത് കേട്ടോ. 2.30 ചോദിക്കുന്നത്. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് ഇവിടെ ഒരു വാഗനർ നമുക്ക് നോക്കാം. ഒരു പഴയ മോഡൽ. എത്ര മോഡലാണ്? അതെ, ഇത് 2006 ആണ്. പെട്രോൾ ആണ്, സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ, 1,44,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ട് 1.20 ചോദിക്കുന്നത്. 1.20 ചോദിക്കുന്നുണ്ട് അല്ലേ? ഓപ്ഷൻ തന്നെ LXi. ഓക്കെ, വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നും ഉണ്ടോ? പഴയ വണ്ടിയല്ലേ? പഴയ വണ്ടിയല്ലേ? ചെറിയ തട്ടുമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ വല്ല ഓടിച്ചു പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ തിരിച്ചത് വിൽക്കണ സമയത്തും ഒരു നമുക്ക് ഒരു ഡ്രൈവിംഗ് പഠിക്കുന്ന ആൾക്ക് എടുക്കാൻ പറ്റുമല്ലോ ഈ വണ്ടി? അങ്ങനത്തെ ആൾക്കാർക്ക് 1.20 ചോദിക്കണം. പിന്നെ റീസെയിൽ വാല്യൂ ഉള്ള വണ്ടിയാണ് വാഗണർ ആവുമ്പോൾ. 2010 മോഡൽ അല്ല? 2010 മോഡല്. ഓക്കെ, വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി നല്ല വണ്ടി തന്നെ. 2010 സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ. തന്നെ പ്രൈസ് പറയുന്നത് 2.25 ഓക്കെ, ഓട്ടം 1 ലക്ഷം. 1 ലക്ഷം ഓടിക്കണം. ഈ മറൂൺ കളറിലാണ് വരുന്നത്. അതെ. അത് മാത്രമല്ല, ഇത് ന്യൂ ഷേപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് 18 കിടക്കുന്ന സെയിം വണ്ടിയുടെ ന്യൂ ഷേപ്പിലേക്ക് മാറിയ വണ്ടി കേട്ടോ. 2010 മോഡലാണെങ്കിലും
വണ്ടി കുഴപ്പമൊന്നുമില്ല, കാണാനുള്ള വൃത്തിയുണ്ട് കേട്ടോ. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ വൃത്തിയുണ്ട്. ഒരു മറൂൺ കളറിലാണ് വരുന്നത്. ഇത് ചോദിക്കാൻ 2.25 ചോദിച്ചേ? അതെ അതെ അതെ. ഓക്കെ, വില കുറച്ച് കൊടുക്കൂലേ? വില കുറച്ച് കൊടുക്കും. 2010 വാഗണറാണ് കേട്ടോ. അപ്പൊ വേണമെങ്കിൽ നോക്കോ. അടുത്ത നമുക്ക് വീണ്ടും ഒരു വാഗണർ തന്നെ നോക്കാം. ഇത് വാഗണർ മോഡൽ എത്രയാണ്? ഏതാ ഇത്? വാഗണർ 2018-19 രജിസ്ട്രേഷൻ ആണ്. മോഡൽ കൂടിയ വണ്ടിയാണ് കേട്ടോ. 18 മോഡൽ 19 റേസിനാണ്. ഓപ്ഷൻ തന്നെ VXi ആണ്. VXi ഫുൾ ഓപ്ഷൻ വണ്ടി. എത്ര ഓടിയിട്ടുണ്ട്? 45,000 കിലോമീറ്റർ. 45 ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് കേട്ടോ. ഓക്കെ, 450 ആണ് ഇതിന്റെ പ്രൈസ് പറയുന്നത്. 450 ചോദിക്കുന്നുണ്ട് അല്ലേ? വില കുറച്ച് കൊടുക്കൂല? ഇത് മാനുവൽ വണ്ടിയല്ലേ? ഓട്ടോമാറ്റിക് മാനുവൽ വണ്ടി. ഇതില് മറ്റേ CNG കിറ്റ് ഒന്നും ഇല്ല, ഓൺലി പെട്രോൾ മാത്രം. ഓക്കെ, ഒരു ഗ്രേ കളറിലാണ് വണ്ടി വരുന്നത്. അലവിലൊക്കെ വരുന്നതാണ്. അലൂസ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ, അലൂസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. 450 ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ മാക്സിമം എത്ര ലോൺ കിട്ടും? ഇത് 4 ലക്ഷത്തോളം എന്തായാലും ലോൺ കിട്ടും. 50,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 50,000 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ 50,000 ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒരു 30 ഉണ്ടെങ്കിലും നമുക്ക് ഇറക്കി കൊടുക്കും. ഓക്കെ, ഒരു 30 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കളി. അപ്പൊ അടുത്ത നമുക്ക് ഇവിടെ ഒരു 2014 ആണ് ഉണ്ടായിന്റെ ഗ്രാൻഡ് സ്പോർട്സ്. ഓക്കെ, ഇത് മോഡൽ വരുന്നത്? ഇത് മോഡൽ വരുന്നത് 14 മോഡലാണ്. 14 മോഡൽ. ഓക്കെ, ഇത് പെട്രോൾ വണ്ടി അല്ലേ? പെട്രോൾ. ഓക്കെ, ഓണർഷിപ്പ് 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 90 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ആണ്. 360 ആണ് ചോദിക്കുന്നത്. നിങ്ങൾ ചോദിക്കാൻ 360 അല്ലേ? വില കുറച്ച് കൊടുക്കൂല? ഇത് ആക്സിഡന്റ് കാര്യം റീപ്ലേസ്മെന്റ് ഇല്ല ഈ വണ്ടിക്ക്. ഒന്നുമില്ല. ഓക്കെ, നല്ല വണ്ടി. ഓക്കെ, 360 ചോദിക്കുന്നുണ്ട്. മാക്സിമം എത്ര ഉണ്ട് ഇറക്കാൻ പറ്റും ലോണ്? അതാ പറഞ്ഞ ഒരു 30 രൂപ ഉണ്ടെങ്കിൽ നമുക്ക്. അല്ല, 30 നിങ്ങൾ വാഗണറിനാ പറഞ്ഞത്. ഇത് ഒരു 3 ലക്ഷം രൂപ എന്തായാലും കിട്ടും. 60 രൂപ ഉണ്ടെങ്കിൽ. ഓക്കെ, 3 രൂപ ലോൺ കിട്ടും അല്ലേ? അപ്പൊ അടുത്ത നമുക്ക് വീണ്ടും ഒരു വാഗണർ നമുക്ക് നോക്കാം. വാഗണർ ഇത് പഠിക്കാൻ പറ്റുന്ന ചെറിയ പൈസ വണ്ടി. 2002 മോഡലാണ്. 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 77 ഓടിയിട്ടുള്ളൂ. 27 വരെ പേപ്പർ ഉണ്ട് വണ്ടിക്ക്. 27 വരെ പേപ്പർ ഉണ്ടല്ലേ? ഓക്കെ, വണ്ടി ഇത് എന്ത് പാട്? മേജർ ആക്സിഡന്റ് കാര്യങ്ങള് ഇല്ല. ആക്സിഡന്റ് അങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് 1 ലക്ഷം രൂപ, അതായത് ചെറിയൊരു രീതിയിൽ മേടിക്കാന്ന് മാത്രം ആൾക്കാർക്ക് പഠിക്കാനും. ഇപ്പൊ നിലവിൽ ഇപ്പൊ കൊണ്ടു നടക്കാൻ പറ്റുമോ? ഇപ്പൊ മെക്കാനിക്കൽ പരമായിട്ട് പക്കാണല്ലോ. ഓക്കെ, 1 ലക്ഷം രൂപ. കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. 1 ലാഖാണ് പറയണത്. ഇതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും കുറച്ച് കൊടുക്കും. ഓക്കെ, അപ്പൊ 1 ലക്ഷം ചോദിക്കുന്നുണ്ട്. വില പിന്നെയും കുറച്ച് തരും. അപ്പൊ നോക്കിക്കാലേ കേട്ടോ. അടുത്ത നമുക്ക് ഒരു ഇത് ഓട്ടോമാറ്റിക് ജാസ് അല്ലേ? 1.2 CVT എഞ്ചിൻ. 21 മോഡലാണ് ഓട്ടോമാറ്റിക് ആണ്. വണ്ടി എത്ര ഓട്ടോ ഉണ്ട്? അത് 25,000 കിലോമീറ്റർ ഓടി. 25 ഓടിയിട്ടുള്ളൂ. 25 ഓടിയിട്ടുള്ളൂ. ഓക്കെ, കെലൈറ്റ് ആണ്. തൃശ്ശൂർ രജിസ്ട്രേഷൻ ആണ്. 8 ലക്ഷം രൂപയാണ് പറയുന്നത്. 8 രൂപ ചോദിക്കുന്നുണ്ട്. ഇത് പെട്രോൾ അല്ല വണ്ടി? പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 2021 മോഡലാണ്. ഹോണ്ടയുടെ ജാസ്. ചോദിക്കുന്നത് 8 രൂപയാണ് ചോദിക്കുന്നത്. വില കുറച്ച് കൊടുക്കും. കറക്റ്റ് കമ്പനി സർവീസ് ആണ്. എല്ലാ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഓക്കെ. അപ്പോ വേണമെങ്കിൽ വിളിച്ചോ. ഇവിടെ നമുക്ക് ടാറ്റന്റെ ആൾട്രോസ് നമുക്ക് പരിചയപ്പെടാം. ഇത് മോഡൽ എത്രയാണ്? മോഡൽ 2022 മോഡൽ. പുത്തൻ മോഡൽ അല്ല? 2022. ഓക്കെ, നല്ല വണ്ടി. ഓക്കെ, മാനുവലാ ഓട്ടോമാറ്റിക്കാ? അല്ല, ഇത് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് 1.2 ആണ്. എക്സെറ്റ് ആണ് ഓപ്ഷൻ വരുന്നത്. എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ 20,000 കിലോമീറ്റർ. 20 ഓടിയിട്ടുള്ളൂ. ചെറിയ ഓട്ടോ വണ്ടി അല്ലേ? ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണർ ആണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. നല്ല വണ്ടി അല്ലേ? റിപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, തട്ടുമുട്ട് വരക്കൊന്നുമില്ല. നല്ല ഒരു ആക്സിഡന്റ് ഒന്നുമില്ല. ഓക്കെ, ധൈര്യമായിട്ട് എടുക്കാം. സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? പക്ക സർവീസ്. ഹിസ്റ്ററി വരെ ഉണ്ട്. എത്ര ചോദിക്കുന്നത്? നമുക്കൊരു എത്രയാണ് ചോദിക്കുന്നത്? അതിപ്പോ നമുക്ക് ഓണറായിട്ട് സംസാരിച്ച് നമുക്ക് അതിൽ നെഗോഷ്യബിൾ ആണ്. റേറ്റിന്റെ കാര്യങ്ങൾ സംസാരിച്ച് പരമാവധി ചെയ്തു അല്ലേ? ഓക്കെ, അപ്പോ ബാണെങ്കിൽ വിളിച്ചോ. അടുത്ത നമുക്ക് ഹോണ്ട സിറ്റി നമുക്ക് നോക്കാം അല്ലേ? ഹോണ്ട സിറ്റി. ഇത് മോഡൽ എത്ര തന്നെ? 2016 മോഡൽ. ഓക്കെ, പെട്രോൾ വണ്ടിയാ? പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഓപ്ഷൻ വണ്ടി കേട്ടോ. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഓപ്ഷൻ വരുന്നത് VX ഏറ്റവും ടോപ്പ് ഓപ്ഷൻ. സൺറൂഫ് ഒക്കെ വരുന്നത്. ഓക്കെ, ഓട്ടോമാറ്റിക്. ഒരു മറൂൺ കളറിലാണ് വണ്ടി വരുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. ഉള്ളും പുറത്തൊക്കെ നോക്കണമെങ്കിൽ നല്ല വൃത്തിയുണ്ട് വണ്ടി. ഇത് ഏകദേശം എത്ര ഓടിക്കുന്നത്? 40 ഓടിയിട്ടുണ്ട് അല്ലേ? എത്ര ചോദ്യം? 765 ചോദിക്കുന്നുണ്ട്. വണ്ടിപ്പോ നിലവില് തേർഡ് ഓണർഷിപ്പിലാണ് കിടക്കുന്നത്. 3ാമത്തെ ഓണറിൽ കിടക്കുന്നുണ്ട് അല്ലേ? 765 ചോദിക്കുന്നത്. വില നമ്മൾ പറയല്ലോ, ഓണർമാരുടെ റേറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്.
അതെ. ഇപ്പൊ നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ വണ്ടി ഏത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, ആ. ഷോറൂമിൽ കൊണ്ടുപോകാം. തന്നെ. ഒന്നും വിഷയമുള്ള കാര്യമില്ല. വിഷയമുള്ള കാര്യമല്ല. ഓക്കെ, ഏതൊരാൾക്കും വിശ്വസിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു അടിച്ചപൊളി വണ്ടി. അപ്പോ ബാണാങ് വിളിച്ചോ. ഇതിന് ലോൺ എത്ര കിട്ടും? ലോൺ ഇപ്പൊ വാല്യുവേഷൻ ഒരു 85% ലോൺ ചെയ്യാൻ പറ്റൂല. ഒരു 65 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. ഇതിപ്പോ ഒരു 1 ലക്ഷം ഒക്കെ നമ്മൾ ഡൗൺ ഇട്ട് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഫിനാൻസ് ഇവിടെ ചെയ്തുതരാം. ഇവിടെ തന്നെ ചെയ്തുതരാം. നിങ്ങൾ തന്നെ ചെയ്തു കൊടുക്കും അല്ലേ? നമ്മൾ ചെയ്തുതരാം. ഓക്കെ ഓക്കെ. അപ്പോ ബാണാങ് വിളിച്ചോ. അടുത്ത നമുക്ക് വോക്സ്വാഗന്റെ വെന്റോ ആണ് അല്ലേ? ഇത് ഡീസൽ വണ്ടിയാണ്. വെന്റോ ഡീസലാണ്. ഓക്കെ. 2015 മോഡല്, 17 രജിസ്ട്രേഷൻ. 15 മോഡൽ 17 റേസിന് വരുന്നത്. ഒരു കൊല്ലം വിട്ടിട്ടാണ് റേസിന് ആയിരിക്കുന്നത്. ഓക്കെ, 17 റേസിന് ആയിട്ടുള്ള വണ്ടി. 92,000 ഓട്ടം, സെക്കൻഡ് ഓണർ. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത് അല്ലേ? ഇത് ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഇത് ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ ആണ് വരുന്നത്. മിഡിലാണ് അല്ലേ? ഓക്കെ. ഇതൊക്കെ മാക്സിമം നല്ല മൈലേജ് കിട്ടൂല്ലേ? ഡീസൽ ആകുമ്പോൾ ഒരു 18 ഒക്കെ മൈലേജ് 18 എന്തായാലും കിട്ടും. എന്തായാലും കിട്ടും. ഓക്കെ. ഇത് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? നിലവിൽ കംപ്ലൈന്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും നമുക്ക് ഒന്ന് ചെക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പൊ ഫുള്ള് നമുക്ക് വേണമെങ്കിൽ ഷോറൂമിലാ ഞാൻ പറഞ്ഞ പോലെ മെക്കാനിക്കിന് നമ്മുടെ ഷോറൂമിലേക്ക് കൊണ്ടുവരാം. ഓക്കെ. അല്ല, നിങ്ങൾ ഇവിടെ ഈ വർക്ക്ഷോപ്പ് ഒക്കെ അടുത്തുണ്ടല്ലോ? അങ്ങനെ അടുത്തുണ്ട്. നമ്മൾ പരമാവധി നമ്മൾ പല വണ്ടികളും ഇവിടെ അടുത്ത് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഈ കസ്റ്റമേഴ്സിന് അവർക്ക് അറിയണം മെക്കാനിക്കിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ എങ്ങനെയാലും കുഴപ്പമില്ല. എങ്ങനെയാ അല്ല, അവര് വന്ന് നോക്കിക്കോട്ടെ അല്ലേ? ചെക്ക് ചെയ്യാം. നിങ്ങളുടെ ഭാഗത്ത് ക്ലിയർ ആണ് വണ്ടി? യാതൊരു ആക്സിഡന്റ്, ഫ്ലഡ് അങ്ങനത്തെ വണ്ടികളും നമ്മൾ സെയിൽ ചെയ്യാറില്ല. ഇല്ലല്ലേ? ഫ്ലഡ് വണ്ടി ഒന്നും നിങ്ങൾ എടുക്കാറില്ല? ഒരിക്കലും നമ്മൾ സെയിൽ ചെയ്യില്ല. ഓക്കെ. അപ്പോ നിങ്ങൾ ഇതിന് എത്ര ചോദിക്കുന്നത്? ഇത് ആസ്കിംഗ് പ്രൈസ് 570. 570 ചോദിക്കുന്നുണ്ട്. ഓക്കെ. വില കുറച്ച് കൊടുക്കൂലേ? പിന്നല്ലാണ്ട്. ഓക്കെ. അപ്പൊ വേണമെങ്കിൽ വന്നോ. അപ്പൊ അടുത്ത് നമുക്ക് ഒരു നിസാൻ സണ്ണി നമുക്ക് പരിചയപ്പെടാം. ഇത് ഏതാണ്? ഡീസലാ പെട്രോളാ? ഇതും ഡീസൽ തന്നെ വരുന്നത്. ഓക്കെ, ഡീസൽ 12 മോഡല്. ഓക്കെ. 87,000 ഓട്ടം, സെക്കൻഡ് ഓണർ. പിന്നെ ഇത് രജിസ്ട്രേഷൻ എറണാകുളമാണ് വരുന്നത്. എറണാകുളം റേസിനാണ് വണ്ടി. ഓക്കെ ഓക്കെ. വണ്ടി എത്ര ഓടിയിട്ടുള്ളത്? വണ്ടി കിലോ ഞാൻ പറയില്ല, 87,000 ഓടിയിട്ടുള്ളൂ. 87 കിലോമീറ്റർ. ഓക്കെ, ജെന്യൂൻ കിലോമീറ്റർ. എത്ര അതിന് ചോദിക്കുന്നത്? ആസ്കിംഗ് പ്രൈസ് 310 ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കും. വിലയൊക്കെ നമുക്ക് എല്ലാ വണ്ടികളും അഡ്ജസ്റ്റ് ഉണ്ടാവുമല്ലോ. ഇത് ഒറിജിനൽ കേരള വണ്ടിയല്ലേ? ഒറിജിനൽ കേരള. ഓക്കെ. നമ്മൾ റീ വണ്ടികൾ അധികം ചെയ്യാറില്ല. വണ്ടികളൊക്കെ നമ്മുടെ ഉള്ളൂ. വലിയ വണ്ടി മാത്രം റീ വണ്ടി ഉണ്ടാവില്ല. 7 സീറ്റർ ഒക്കെ ഫോർച്യൂണർ എടുക്കുന്ന നമ്മുടെ 5 സീറ്റർ റീ വണ്ടി ഉണ്ടാവില്ല. 5 സീറ്റർ കുറവാണ്. ഓക്കെ. ഇന്നോവയ്ക്ക് വരുള്ളൂ പിന്നെ റീ വണ്ടി. അതെ. ഓക്കെ. ഇത് നല്ല വണ്ടിയല്ല? ഇത് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? റീപ്ലേസ് വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പൊ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാലോ. റീപ്ലേസ്മെന്റ് ഒക്കെ അല്ലെങ്കിൽ മെക്കാനിക്കൽ നോക്കി കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും. അതെ. ഇത് ലോൺ കിട്ടും? ലോൺ കിട്ടും. 2012 അല്ലേ? അതെ. 11 തൊട്ടുള്ള വണ്ടികൾക്കൊക്കെ നമ്മൾ ലോൺ ചെയ്യും. എല്ലാ വണ്ടികളും കിട്ടിയെന്ന് വരില്ല. കമ്പനി നിർത്തിയ വണ്ടിക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. ഈ ഷെവർലെറ്റ് വണ്ടിക്ക് അങ്ങനെ ലോൺ കിട്ടില്ല. ഇതൊക്കെ നമുക്ക് ലോൺ ഇട്ടുതരാം. പ്രശ്നമില്ല. നമ്മുടെ ഈ പ്രൊഫൈൽ ഓക്കെ ആയാൽ മതി. സിവിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ലോൺ ശരിയാവും. അതെ. അടുത്ത നമുക്ക് ഒരു സ്വിഫ്റ്റ് കാർ നമുക്ക് നോക്കാം. ഇത് ഡീസൽ വണ്ടിയാ? അല്ല, പെട്രോളാണ് വരുന്നത്. പെട്രോൾ വേരിയന്റ് അല്ലേ? മോഡൽ 2015. ഓക്കെ. എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 65,000 കിലോമീറ്റർ ഓട്ടം. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. പിന്നെ എന്താ പറയാ, ഇത് മിഡിൽ ഓപ്ഷൻ വരുന്നത്. സെക്കൻഡ് ഓപ്ഷൻ VXi ആണ്. ഓപ്ഷൻ വരുന്ന VXi. ഇത് വണ്ടി നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. ഇത് റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. വണ്ടി മെക്കാനിക്കിന് കൊടുത്തിട്ടോ. അത് നോക്കിക്കോട്ടെ. എന്തായാലും റീപ്ലേസ് ഉണ്ടെങ്കിൽ എന്തായാലും വണ്ടി നോക്കുന്നവർക്ക് അറിയാൻ പറ്റും. ഗ്ലാസ് ചിലപ്പോൾ മാറിണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും വീണിട്ടായിരിക്കും മാറിണ്ടാവും. മേജർ ആക്സിഡന്റ് ആവണമെന്നില്ല. മെയിൻ ഗ്ലാസ് അങ്ങനെ. അതെ. അല്ല, മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ടെങ്കിൽ മെയിൻ ആയിട്ട് പിന്നെ ബോണറ്റ് നോക്കിയാൽ മതി. ബോണറ്റ് റീപ്ലേസ് ഉണ്ടെങ്കിൽ മേജർ ആയിട്ട് ചിലപ്പോൾ ആക്സിഡന്റ് ഉണ്ടാവും. അഥവാ ബോണറ്റ് റീപ്ലേസ് ഇല്ലാതെ ഒറിജിനൽ കമ്പനി ബോണറ്റ് ആണെങ്കിൽ പിന്നെ അതിന്റെ മേലേക്ക് ഗ്ലാസ് മാറിയിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ എന്തെങ്കിലും തേങ്ങ കൊണ്ടിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കല്ലടിച്ചിട്ടാ മറ്റോ പൊട്ടിയതായിരിക്കും. ഇപ്പൊ ഈ വണ്ടിന്റെ ഒന്നും റീപ്ലേസ് ഇല്ല കേട്ടോ. ഇതിപ്പോ നമ്മള് ഇങ്ങനെ പറഞ്ഞതാണ് ഡമ്മി ആയിട്ട്. ഈ വണ്ടിക്ക് ഒരു യാതൊരു കംപ്ലൈന്റ് കാര്യങ്ങളോ റീപ്ലേസ് ഒന്നും ഇല്ല. ഇതിന് ചോദിക്കുന്ന എത്ര വില? ചോദ്യം 470. 470 ചോദിക്കുന്നുണ്ട് അല്ലേ? നെഗോഷ്യബിൾ ആണ് റേറ്റ്. നെഗോഷ്യബിൾ ആണ്. വില കുറച്ച്. ഓക്കെ. അപ്പൊ അടുത്ത വീണ്ടും നമുക്കൊരു സ്വിഫ്റ്റ് കാറിനെ നോക്കാം. ഒരു സ്കാറ്റിംഗ് ഒക്കെ ചെയ്ത വണ്ടിയാണ് കേട്ടോ. സ്കാറ്റിംഗ് 4 ഭാഗത്ത് ചെയ്തിരിക്കണം. സ്കാറ്റിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടി ഇത് മോഡൽ എത്രയാണ്? ഇത് മോഡൽ വരുന്നത് 2016 വരുന്നത്. വണ്ടി വന്നിട്ട് അധികമായിട്ടില്ല, ഒരാഴ്ച സംതിങ് ഇപ്പൊ വന്നതേ ഉള്ളൂ. ഓക്കെ. 2016 മോഡലാണ്. 2016 പെട്രോൾ വണ്ടിയാണ് അല്ലേ? VXi തന്നെ. തന്നെ വരുന്നത്. VXi ആണ് ഓപ്ഷൻ വരുന്നത്. സെക്കൻഡ് ഓണർ. എത്ര ഓട്ടം? 1 കിലോമീറ്റർ 1,55,000. 1,57 ഓടിയും. ഓട്ടം 1,55,000 അല്ല, സോറി, 1,05,000. 1,5 ആണ്. സോറി 1,50,000 കിലോമീറ്റർ. 1,50,000 അല്ല, 1,05,000 കിലോമീറ്റർ ഓടി വണ്ടിയാണ് കേട്ടോ. ഓക്കെ. ഗുരുവായൂർ റേസിനാണ്. ഇത് ചോദിക്കുന്ന എത്ര? നിങ്ങള് 480. വില കുറച്ച് കൊടുക്കൂലേ? വിലയൊക്കെ നമുക്ക് പാർട്ടിയിൽ വന്ന് സംസാരിച്ചു വണ്ടി ഓടിച്ചു നോക്കി അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ
പരമാവധി നമ്മൾ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരും. ഓക്കെ ഓക്കെ. ഇവിടെ കാണിക്കുന്ന ഏകദേശം വണ്ടികൾ പരമാവധി ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും കേട്ടോ. പിന്നെ ചോദ്യം മാത്രമാണ് ഇത് ഒക്കെ വില കുറച്ച് തരും. ഇത് ഇപ്പൊ 450 ചോദിക്കുന്നുണ്ടെങ്കിൽ വില കുറച്ച് കൊടുക്കും. അത് പ്ലേ നമ്മളിപ്പോ കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പരമാവധി നമുക്ക് ഓണറോട് സംസാരിച്ച് കുറയ്ക്കാം. ആയിക്കോട്ടെ. അടുത്ത നമുക്ക് ഒരു വാഗണർ നമുക്ക് വാഗണർ VXi മോഡല് 2011 മോഡൽ. ഓക്കെ 11 മോഡലാണ്. പെട്രോൾ പിന്നെ പെട്രോൾ ആണല്ലോ വരും വാഗണർ. ഇത് 1.22 കിലോമീറ്റർ ഓടി ഉണ്ട് കേട്ടോ. കിലോമീറ്റർ 1.22. ഓപ്ഷൻ വരുന്നത് VXi മിഡിൽ തന്നെ. സിംഗിൾ ഓണർ, അതാണ് എന്റെ മെയിൻ. സിംഗിൾ ഓണർ വണ്ടിയാണ്. 11 മോഡലാണെങ്കിലും ഓണർഷിപ്പ് സിംഗിൾ ആണ്. 1.22 ഓടിനല്ലേ. ഓക്കെ. പിന്നെ എന്താ പറയാ, ഇത് ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ആക്കിനല്ലോ വണ്ടി. ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ആക്കിന് അല്ലേ. ഓക്കെ. പിന്നെ ഇതിന് എത്ര നിങ്ങൾ ചോദിക്കുന്നത്? 2.35 ചോദിക്കുന്നുണ്ട് അല്ലേ. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ഓക്കെ, വില കുറച്ച് കൊടുക്കും. 2011 മോഡലാണ്. 2.35 ചോദിക്കുന്നത്, വില കുറച്ച് തരും. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് ഇവിടെ പരിചയപ്പെടാം. ആൾട്ടോ 800. ആൾട്ടോ 800. ഓക്കെ, ഇത് 14 മോഡൽ അല്ലേ. 2014. ഓക്കെ. 73,000 ഓട്ടം. 73 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ ആണ്. വണ്ടി റീപ്ലേസ് ഉണ്ടോ? ഇല്ല, ഇത് നീറ്റ് വണ്ടിയാണ്. നല്ല വണ്ടി അല്ലേ. ഒരു മറൂൺ കളർ വണ്ടിയാണ്. ഓക്കെ. ഏത് റൈസിന് ഏതാണ്? കണ്ണൂർ റൈസിന്. ഓക്കെ. ഇതിന് എത്ര നിങ്ങൾ ചോദിക്കുന്നത്? നമ്മൾ ആസ്കിംഗ് പ്രൈസ് ഇതിനൊരു 2.40 ചോദ്യം. 2.40 ചോദിക്കുന്നത്. ഓക്കെ, വില കുറച്ച് കൊടുക്കൂലേ? വണ്ടി ഓടിച്ച് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സംസാരിക്കാന്നുള്ളൂ. പ്രശ്നമല്ല. ഓപ്ഷൻ വരുന്നത് LXi ആണ്. 2014 മോഡലാണ് കേട്ടോ. 73 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ ആണ്. ചോദ്യം 2.40 ചോദിക്കുന്നുണ്ട്, വില കുറച്ച് വരും. അപ്പൊ അടുത്ത നമുക്ക് വോക്സ്വാഗന്റെ പോളോ നമുക്ക് നോക്കാം. ഇത് ഡീസൽ പെട്രോളാ? ഡീസലാണ്. 2012 ഡീസൽ. ഓക്കെ. സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 1.10 ഓടി. 1.10 ഓടിയിട്ടുണ്ട് അല്ലേ. 2012 അല്ലേ. 12. പിന്നെ ഡീസലാണ്. 10, 18, 19 മൈലേജ് കിട്ടും. 19 കിട്ടും. അതെ, മൈലേജ്. എത്ര ചോദ്യം? 2.70 ചോദ്യം. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത നമുക്ക് ഒരു സ്വിഫ്റ്റ് കാർ തന്നെ നോക്കാം. ഓപ്ഷൻ വരുന്ന VDI ഡീസൽ. മോഡൽ എത്ര? മോഡൽ 2014 മോഡൽ. ഓക്കെ. 1.57 കിലോമീറ്റർ ഓട്ടം. തേർഡ് ഓണർഷിപ്പ് വണ്ടി ഇപ്പോൾ നിലവിൽ കിടക്കുന്നത്. ഓക്കെ. ഇതിന് എത്ര നിങ്ങൾ ചോദിക്കുന്നത്? നമ്മൾ ചോദ്യം 3.95 ഇപ്പോൾ അതിന്റെ ഓണർ പറയുന്ന റേറ്റ്. ഇത് പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയല്ലേ. സെയിൽ ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് തരാം. നമുക്ക് അവരോട് സംസാരിച്ചിട്ട് റേറ്റ് ഒക്കെ നെഗോഷ്യബിൾ ആണ് തന്നെ. 2014 മോഡൽ സ്വിഫ്റ്റ് VDI ആണ് കേട്ടോ. ഓപ്ഷൻ വരുന്നത് മിഡിൽ ഓപ്ഷൻ ആണ് വരുന്നത്. അതെ, ഇതിന് ചോദിക്കുന്ന 3.95 ചോദിക്കുന്നുണ്ട്, വില കുറച്ച് തരും. വണ്ടി കാണാൻ നല്ല ലുക്കുള്ള വണ്ടി കേട്ടോ. ഓക്കെ. അലോയ്സൽ ഉണ്ടല്ലോ, അലോയ്സൽ കയറ്റിക്കുന്നത്. ഓക്കെ. അടുത്ത നമുക്ക് വീണ്ടും ഒരു സ്വിഫ്റ്റ് കാർ നമുക്ക് നോക്കാം. ഇത് വലിയ സ്പോയിലർ ഒക്കെ കയറ്റിയിട്ടുണ്ട് അല്ലേ. ടയറൊക്കെ നല്ല കട്ടുള്ള ടയർ, കടുംപുത്തൻ ടയറാണ് 4. ഇത് മോഡൽ എത്ര തന്നെ? മോഡൽ 16 മോഡൽ. ഇത് ഡീസൽ പെട്രോളാ? പെട്രോൾ വണ്ടി അല്ലേ. VXi ഓപ്ഷൻ വരുന്നല്ലേ. VXi മിഡിൽ ഓപ്ഷൻ. ഓക്കെ. ഇത് എത്ര ഓടിക്കണേ? കിലോമീറ്റർ 88,000 ഓടിയിട്ടുണ്ട്. ഇതും തേർഡ് ഓണറിലാണ് വണ്ടി നിൽക്കുന്നല്ലേ. ഓക്കെ. ഇത് എത്ര ചോദിക്കണേ? 4.80 ചോദിക്കുന്നുണ്ട്, വില കുറച്ച് കൊടുക്കൂലേ? നെഗോഷ്യബിൾ. ഓക്കെ. ചവർലൈറ്റിന്റെ ഒരു വണ്ടി നമുക്ക് പരിചയപ്പെടാം. ഇതൊരു പ്രീമിയർ വണ്ടിയാണ് കേട്ടോ. ഇപ്പൊ കമ്പനി സ്റ്റോപ്പ് ചെയ്തുകൊണ്ടാണ്. ഇതിപ്പോ ചെറിയ പൈസക്ക് കൊടുക്കാൻ പറ്റുമല്ലോ വണ്ടി. ഓക്കെ. 2011 മോഡൽ. സിംഗിൾ ഓണർ. 92 കിലോമീറ്റർ ഓട്ടം. നമുക്കൊരു 3.5 ആസ്കിങ് അല്ലേ. ഇത് ഈ വണ്ടി ചവർലൈറ്റിന്റെ ഏതാണ്? ക്രൂസ്. ഓക്കെ. ഡീസൽ ഓട്ടോമാറ്റിക്. ഇതില് സൺറൂഫ് ഒക്കെ ഉണ്ടോ? സൺറൂഫ് ഒക്കെ ഉണ്ട്, പക്ക വർക്കിംഗ്. സൺറൂഫ് ഒക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ. 3.5 ചോദിക്കുന്ന 3.5 ആണ്. ഇത് ഡീസൽ ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഏകദേശം മാക്സിമം മൈലേജ് ഒക്കെ കിട്ടും അല്ലേ? മൈലേജ് എന്തായാലും ഒരു 17 ആ റേഞ്ച് മൈലേജും കിട്ടും. പക്ഷെ വണ്ടി സ്റ്റോപ്പ് ആയിക്കണം. വണ്ടിയല്ല, കമ്പനി സ്റ്റോപ്പ് ആയിക്കണം. ഓക്കെ. അപ്പൊ ഇതിൽ എന്തെങ്കിലും വില കുറയാനുണ്ടോ? നെഗോഷ്യബിൾ ആണ്. അപ്പോ വേണമെങ്കിൽ വിളിച്ചോട്ടോ. വോക്സ്വാഗന്റെ വെൻഡോ നമുക്ക് പരിചയപ്പെടാം. ഇത് ഡീസൽ പെട്രോൾ വണ്ടി? ഡീസൽ വണ്ടി അല്ലേ. ഓക്കെ. മോഡൽ 2011 മോഡലാണ്. വണ്ടി എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 98,000 കിലോമീറ്റർ ഓട്ടം. 98 ഓടിക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ. വണ്ടി കിടക്കുന്നത്. ഓക്കെ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും. ഓക്കെ. എത്ര ചോദ്യം? 2.85. 2011 മോഡൽ വെൻഡോ ആണ് കേട്ടോ. സെക്കൻഡ് ഓണർഷിപ്പിന് വേണ്ടി നിൽക്കുന്ന 2.85 ചോദിക്കുന്നത്. 98,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഡീസലാണ്. വേണമെങ്കിൽ വിളിച്ചോ. ഈ വോക്സ്വാഗന്റെ ജെറ്റ എന്ന് പറയുന്ന ഒരു വണ്ടിയാണ്. ഇത് മോഡൽ എത്ര തന്നെ? 2012 മോഡൽ. 12 മോഡലാണ് അല്ലേ. ഓപ്ഷൻ തന്നെ? ഓപ്ഷൻ ഹൈലൈൻ. ഓക്കെ. വണ്ടി എത്ര ഓടിയിട്ടുണ്ട്? 1.64 കിലോമീറ്റർ ഓട്ടം. 1.64 ഓടിയിട്ടുണ്ട്. വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് ആണ് പിന്നെ. ഓക്കെ.
വണ്ടി തട്ടുമുട്ടൊന്നും ഇല്ലല്ലോ, നല്ല വണ്ടിയല്ലേ? നമുക്ക് ചെക്ക് ചെയ്യാലോ. ഓക്കെ ഓക്കെ. എത്ര ഇത് ഡീസലാ പെട്രോൾ വണ്ടി? വണ്ടി ഡീസൽ എഞ്ചിനാണ്. ഓക്കെ. എത്ര ചോദിക്കണേ? 5.15. 5.15 ചോദിക്കുന്നത് അല്ലേ? 2012 ജെറ്റ, വോക്സ്വാഗന്റെ ജെറ്റാണ്, ഡീസലാണ് വണ്ടി. അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. അടുത്ത നമുക്ക് ഇവിടെ ഒരു നിസാൻ ടെറാനോ നമുക്ക് നോക്കാം. ഇത് എത്ര മോഡൽ? ഇത് 2013 മോഡൽ. 13 അല്ലേ? ഓക്കെ. ഇത് 85 എഞ്ചിൻ അല്ല, 110 പവർ കൂടിയതാണ്. പവർ കൂടുതലാണ്, 110 ആണ്. ഓക്കെ 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 ഓക്കെ. ഡീസലാണ്. പിന്നെ ഏകദേശം എത്ര ഓടിയിട്ടുണ്ട്? ഇത് കിലോമീറ്റർ 1,02,000 ഓടിയിട്ടുണ്ട്. 1.2 ഓടിയിട്ടുണ്ട് അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ. വണ്ടി തട്ടുമുട്ടൊന്നും ഇല്ലല്ലോ, പെരിക്കൊന്നും ഇല്ലല്ലോ? ഇല്ല. ഇത് ചെറിയൊരു തട്ടുമുട്ടും അതൊന്നും ഉണ്ടായിട്ടില്ല. മേജർ ആക്സിഡന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. മേജർ ആക്സിഡന്റ് ബോണറ്റ് മാറിക്കണം? ഇല്ല, ബോണറ്റ് മാറിയില്ല. ഓക്കെ. പിന്നെ സൈഡ് ബമ്പർ ഗിമ്പർക്ക് എന്തൊക്കെ മാറ്റിക്കണം? 2013 വണ്ടി അല്ലേ? 2013. ഓക്കെ. ഇനി എത്ര ചോദിക്കണേ? ഇത് 495 ചോദിക്കുന്നുണ്ട്. അപ്പോ പാണാങ്ങ് വിളിച്ചോ, വില കുറച്ച് കൊടുക്കൂലേ? ഇഗ്നിസ് മോഡൽ എത്ര തന്നെ? 2019 മോഡൽ. 19 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് ഏത്? ഓപ്ഷൻ സീറ്റാ. എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ 55,000 ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. ഒക്കെ. നല്ല വണ്ടിയല്ലേ? ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങൾ വണ്ടി ഇല്ലല്ലേ? തട്ടുമുട്ടൊന്നും ഇല്ല, നല്ല വണ്ടി. ഓക്കെ. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. നല്ല ക്വാളിറ്റി സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ടയറുകളൊക്കെ അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ളതാണ് അല്ലേ? ടയർ അത്യാവശ്യം പുത്തൻ ടയറാ? ടയർ പക്ക നീറ്റാ. അതെ, കടം പുത്തനാണ്. ഇത് എത്ര ചോദ്യം? ഇത് 5.45 ചോദിക്കും. 5.45 ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കാം. ഓക്കെ. അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. റിഡ്സ് കാർ നമുക്ക് വെച്ചപ്പെടാം അല്ല? റിഡ്സ് VXi. ഓപ്ഷൻ പിന്നെ VXi പെട്രോൾ വണ്ടി അല്ലേ? പെട്രോൾ. ഓക്കെ. മോഡൽ 2014 മോഡലാണ്. വണ്ടി എത്ര ഓടിയിട്ടുണ്ടാവും? വണ്ടി ഒരു 70,000 കിലോമീറ്റർ ഓട്ടം. 70 ഓടിയിട്ടുണ്ട് അല്ലേ? തട്ടുമുട്ട് പേർക്കൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഇത് കമ്പനി ഫുൾ ഹിസ്റ്ററിയുള്ള വണ്ടി അല്ലേ? ഏതൊരാൾക്കും പിന്നെ ചെക്ക് ചെയ്യാം. അത്രയും നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഓക്കെ. ഫോൾട്ട് കാര്യങ്ങളൊന്നും ഇല്ല, നല്ല വണ്ടി. എത്ര ചോദിക്കുന്നത്? 3.30 ചോദ്യം. 3.30 ചോദിക്കുന്നത്. വില നെഗോഷ്യബിൾ ആണ്. ഓക്കെ. അപ്പോ ബാണാങ് വിളിച്ചോ. I10 നമുക്ക് പരിചയപ്പെടാം. ഇത് എത്ര മോഡലാണ്? 2010 മോഡൽ. 10 മോഡൽ. ഏത് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ വരുന്നത് ഇത് I10 ഇറയാണ് വരുന്നത്. ഓക്കെ. എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ ഒരു 78,000 കിലോമീറ്റർ ഓട്ടം. 78,000. വണ്ടി മേജർ ആക്സിഡന്റ് കാര്യങ്ങളില്ല, പക്കാ നീറ്റ് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി. എത്ര ചോദിക്കുന്നത്? 1.65. കുറച്ച് തരാം. 1.65 ആണ് ഇപ്പൊ ചോദ്യം. ചോദ്യം 1.65 വില കുറച്ച് തരും കേട്ടോ. വണ്ടി ഇപ്പൊ മെക്കാനിക്കൽ പരമായിട്ട് ഒന്നും ചെയ്യാനൊന്നും ഒരു കംപ്ലൈന്റും ഇല്ല, ഒന്നുമില്ല. എണ്ണടിച്ചോടാ, അത്രേ ഉള്ളൂ കേട്ടോ. പണി കാര്യങ്ങളൊന്നും ഇല്ല. ഒരു കസ്റ്റമറിന് വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വണ്ടി. ഓക്കെ. അപ്പൊ വേണം വിളിച്ചോ. ബ്രിയോ നമുക്ക് പരിചയപ്പെടാം. ഓണ്ടോ ബ്രിയോ. ഇത് മോഡൽ എത്രയാണ്? 2012 മോഡൽ. 12 മോഡലാണ് അല്ലേ? ഓക്കെ. 78,000 കിലോമീറ്റർ ഓട്ടം. സെക്കൻഡ് ഓണർഷിപ്പ്. ഓപ്ഷൻ തന്നെ ഏതാണ്? V ആണ് അല്ലേ? ഇത് പെട്രോൾ അല്ലേ വണ്ടി? വണ്ടി പെട്രോൾ മാനുവൽ. ഓക്കെ. ഇതിന് എത്ര വില? 3.5 ആണ്. ഓക്കെ. ഇത് വില കുറയൂലേ? വില നെഗോഷ്യബിൾ ആണ്. ഓക്കെ. ഇതൊക്കെ എത്ര മൈലേജ് കിട്ടും? ഒരു 15, 14, 15 ആ ഒരു റേഞ്ചിൽ നിൽക്കും. ആ ഒരു റേഞ്ചിൽ കിട്ടില്ല. ഓക്കെ. അപ്പോൾ വേണമെങ്കിൽ വിളിച്ചോ. ഹോണ്ടന്റെ ജാസ് നമുക്ക് പരിചയപ്പെടാം. ഈ കൂടുതൽ മൈലേജ് കിട്ടുന്ന വണ്ടി നോക്കി നടക്കുന്നവർക്ക് പറ്റിയ വണ്ടി. മാക്സിമം 10-25 മേലെ മൈലേജ് കിട്ടും. ഇത് ഡീസൽ അല്ല വണ്ടി? ഡീസൽ ആയതുകൊണ്ടാണ് 25 മേലെ കിട്ടും എന്ന് പറഞ്ഞത്. നല്ല പക്ക അല്ല, വണ്ടി പക്കാണ്. ഇത് മോഡൽ വരുന്നത് എത്ര? 2015 മോഡല്. 16 രജിസ്റ്റർ. ഓക്കെ. വണ്ടി ഇത് എത്ര ഓടിക്കണം? കിലോമീറ്റർ ഒരു 1.35 ഓടിക്കുന്നത്. ഹോണ്ടയുടെ കുഴപ്പമില്ല. എത്ര കിലോമീറ്റർ ഓടിയാലും 3 ലക്ഷം വരെ സീനില്ല. സീനില്ലാണ്ട് സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. വണ്ടി വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? എത്ര ചോദ്യം? 4.90 ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കും. ഓക്കെ. 2015 മോഡൽ 16 റേസിനായിട്ടുള്ള വണ്ടി. ഡീസലാണ്. 4.90 ചോദിക്കുന്നത്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്നോ. സ്കോഡന്റെ ഒരു റാപ്പിഡ് നമുക്ക് നോക്കാം. ഇത് മോഡൽ എത്രയാണ്? 2012 മോഡൽ. 12. പെട്രോൾ ഡീസൽ വണ്ടി? ഡീസൽ വണ്ടിയാണ്. ഓക്കെ. വണ്ടി എന്ത് വണ്ടി? നീറ്റ് വണ്ടിയാ. നല്ല വണ്ടി അല്ലേ? ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് പൊട്ടിയിട്ടുണ്ട്. അത് നമുക്ക് എന്തോ വീണ് നമുക്ക് തേങ്ങ വീണിട്ട് അങ്ങനെ ഒറിജിനൽ ഗ്ലാസ് അത് നമുക്ക് മാറ്റി തരും. ഓക്കെ. അത് മാറ്റി തരും. അത് ഇപ്പോൾ ഓൾറെഡി മാറിയിട്ടില്ല. അത് അങ്ങനെ വെച്ചിരിക്കാണ്. കാരണം മാറി കഴിഞ്ഞാൽ പിന്നെ അത് റീപ്ലേസ് ആവും. അതുകൊണ്ട് മാറിയിട്ടില്ല. ഇതിന് എത്ര നിങ്ങൾ ചോദ്യം? 3.20 ചോദിക്കുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ വേണമെങ്കിൽ വിളിച്ചോ. മാരുതിയുടെ SX4 നമുക്ക് പരിചയപ്പെടാം. ഇത് പെട്രോൾ ഡീസലാ? അല്ല, പെട്രോൾ പ്ലസ് LPG വരും. LPG വരുന്നുണ്ട് അല്ലേ? ഓക്കെ. പെട്രോൾ LPG ആണ്. ഇത് എത്രയാണ് മോഡൽ? 2007 മോഡൽ. എങ്ങനെ പേപ്പർ കാര്യങ്ങളൊക്കെ പുതുക്കിക്കണം? അതൊക്കെ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. 2027 വരെ അതിന്റെ പേപ്പറും എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലേ? ഓക്കെ. മേജറായിട്ട് ആക്സിഡന്റ് കാര്യങ്ങളില്ല? ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് ഫുൾ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. മെക്കാനിക്കിനെ കൊണ്ടുവരാൻ നമുക്ക് അറിയുന്ന വർക്ക്ഷോപ്പ് ഉണ്ട്. അങ്ങോട്ട് വണ്ടി കൊണ്ടുപോയി ഫുൾ ചെക്ക് ചെയ്യാം. ചെറിയൊരു പൈസക്ക് വലിയൊരു വണ്ടി അല്ലേ? അതായത് ഇപ്പൊ ഇത് ഒരു സെക്കൻഡ് ഓണറിലാണ് ഇപ്പൊ വണ്ടി കിടക്കുന്നത്.
എത്ര ചോദ്യം? 240 240 ചോദിക്കുന്നു. ആലത്തൂർ രജിസ്ട്രേഷൻ ആണ് വണ്ടി വരുന്നത്. ഓക്കെ. എന്താ അതിന്റെ ഗ്രാൻഡ് i10 അല്ല? മാഗ്ന 1.2. ഓപ്ഷൻ വരുന്ന മാഗ്ന അല്ല, 1.2 ആണ്. 2013 മോഡൽ. പറഞ്ഞോ. ഇത് കിലോമീറ്റർ ഒരു 57 കിലോമീറ്റർ ഓട്ടം. പിന്നെ തേർഡ് ഓണർഷിപ്പിലാണ് വണ്ടി കിടക്കുന്നത്. ഇത് പിന്നെ ആസ്കിംഗ് പ്രൈസ് ഒരു 310. അത് അഡ്ജസ്റ്റ് ചെയ്ത് തരാം. എത്ര മോഡൽ പറഞ്ഞ? 2013 മോഡൽ. 13. ഓക്കെ. 13 മോഡലാണ്. 310 ചോദിക്കുന്നുണ്ട്. 310. അപ്പൊ ബാണാൻ വിളിച്ചോ. ഒരു സ്വിഫ്റ്റ് കാർ നമുക്ക് പരിചയപ്പെടാം. KL 54 പൊന്നാനി റേസിൽ വരുന്ന വണ്ടിയാണ്. വണ്ടി കാണാൻ നല്ല ലുക്കുള്ള വണ്ടി കേട്ടോ. ഒരു റെഡ് കളറാണ് വണ്ടി വരുന്നത്. മോഡൽ എത്ര? 2016 മോഡൽ. 16. ഡീസൽ ആയത് വണ്ടി? ഡീസൽ VDI. ഡീസൽ വണ്ടി കേട്ടോ. ഓപ്ഷൻ തന്നെ VDI 2016 മോഡൽ. വണ്ടി എത്ര ഓടിക്കണേ? 92,000 കിലോമീറ്റർ. 92 ഓടിക്കണം അല്ലേ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണറിലാണ് വണ്ടി. സെക്കൻഡ് ഓണറിലാണ് നിൽക്കുന്നത്. പിന്നെ കോസ്റ്റ്ലി അലോയ്സ് ഒക്കെ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അലോയ്സ് ഒക്കെ കയറ്റിയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് വണ്ടി. എത്ര ചോദ്യം? വണ്ടി 490 ചോദിക്കും. 490 ആണ്. വില കുറയോ? വില കുറച്ചു കേട്ടോ. നല്ല വണ്ടി കേട്ടോ. 490 ആണ് ചോദിക്കുന്നത്. 2016 മോഡൽ. 2016 മോഡൽ. പക്ക നീറ്റ് വണ്ടി കേട്ടോ. പക്ക നീറ്റ് വണ്ടി. ഓപ്ഷൻ തന്നെ VDI. അപ്പൊ വേണേ വിളിച്ചോ. ഇവിടെ നമുക്ക് ഒരു സാൻഡ്രോ സിംഗ് നമുക്ക് നോക്കാം. ഇത് മോഡൽ എത്ര? മോഡൽ 2010. 2010 മോഡൽ. വണ്ടി എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 86,000 കിലോമീറ്റർ. 86 ഓടിയിട്ടുണ്ട് അല്ലേ? ഓണർഷിപ്പ് ഒക്കെ എത്ര? ഓണർഷിപ്പ് സെക്കൻഡ് ഓണറിലാണ് വണ്ടി കിടക്കുന്നത്. വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി ആക്സിഡന്റ് റീപ്ലേസ് വണ്ടി ഇപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാവുന്നുള്ളൂ. നല്ല വണ്ടിയല്ലേ? നല്ല വണ്ടിയാണ്. ഇത് ഓടിക്കാനായാലും സ്മൂത്ത്. നമുക്ക് അതിന്റെ ഓടിച്ചാലും നമുക്ക് അറിയാൻ പറ്റും. അതെ. മേജറായിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും മെക്കാനിക്കൽ പരമായിട്ട് ഒന്നും ചെയ്യാനില്ല. ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടി. 1.85 ആണ് നമ്മൾ പറയുന്നത്. 1.85. 1,55,000 ചോദിക്കുന്നുണ്ട് അല്ലേ? റേറ്റ് നെഗോഷ്യബിൾ ആണ്. ഇതിന് അഡ്ജസ്റ്റ് ഉണ്ടാവും. റേറ്റ് ഒക്കെ നമുക്ക് സംസാരിച്ച് നമുക്ക് ഇതിന്റെ ഓണറായിട്ട് സംസാരിച്ച് നമുക്ക് റേറ്റില് പിന്നെ പിന്നെയും കുറച്ച് തരും. 2010 സാൻഡ്രോ ആണ്. 1.55 ആണ് ചോദിക്കുന്നത്. വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടി എന്നാ മൂപ്പര് പറയുന്നത്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്നു കേട്ടോ. സ്വിഫ്റ്റ് കാർ നമുക്ക് നോക്കാം. ഇത് മോഡൽ വരുന്നത് എത്രയാണ്? 2019 പെട്രോൾ. VXI പെട്രോൾ വണ്ടിയാണ് കേട്ടോ. 2019 അല്ലേ മോഡൽ? 19. ഓക്കെ. ഇത് എത്ര ഓടിക്കണേ? 47,000 ഓട്ടം. 47,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഓണർഷിപ്പ് തന്നെ സെക്കൻഡ് ഓണർ ആണ്. വണ്ടി എന്ത് പാട്? റീപ്ലേസ് കാര്യങ്ങൾ ഇല്ല. നല്ല വണ്ടിയല്ലേ? ഓക്കെ. ഒരു സിൽവർ കളറിൽ വരുന്ന വണ്ടി കേട്ടോ. ഇതിനെത്ര ചോദ്യം? ഇത് റേറ്റ് 6 ലക്ഷം. 6 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് അല്ലേ? 2019 മോഡലല്ല? 2019. ഓക്കെ. 6 രൂപ ചോദിക്കുന്നുണ്ട്. മാനുവൽ വണ്ടിയാണ്. വാണാൻ വിളിച്ചോ. ജാസ് നമുക്ക് പരിചയപ്പെടാം. ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. ഓട്ടോമാറ്റിക്കലി CVT അല്ലേ? ഗിയർ CVT ഗിയർ എല്ലാവരും തപ്പി നടക്കുന്ന ഒരു വണ്ടിയാണ്. എത്ര മോഡൽ? 2020 മോഡൽ. 2020 മോഡൽ. ഓക്കെ. ഓപ്ഷൻ ഏതാ തന്നെ? ഓപ്ഷൻ ഇത് ഫുൾ ഓപ്ഷൻ ആണ്. സൺറൂഫ് ഒക്കെ ഉണ്ടല്ലേ? സൺറൂഫ് ഒക്കെ ഉള്ള വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ. വണ്ടി എത്ര ഓടിക്കണേ? 66,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 66,000 ഓടിയിട്ടുണ്ടല്ലേ? ഓണർഷിപ്പ് എത്ര തന്നെ? സിംഗിൾ ഓണർ ആണ്. തട്ടുമുട്ട് പേർക്കൊന്നുമില്ല. ഒരു ആക്സിഡന്റ് ഹിസ്റ്ററിയോ ഒന്നുമില്ല അല്ലേ? കാണാൻ തന്നെ നല്ല പുതിയൊരു വണ്ടിയുടെ ലുക്ക് ഉണ്ട് അല്ലേ? വണ്ടി 2020 ആണെങ്കിലും ഒരു ഫ്രഷ് വണ്ടിന്റെ ഒരു ലുക്ക് ഉണ്ട്. ഇതിപ്പോ നമ്മള് ചോദിക്കുന്നത് ഒരു 840 ആണ് ചോദ്യം. 840 ചോദിക്കുന്നുണ്ട് അല്ലേ? വില കുറച്ച് കൊടുക്കൂലേ? നെഗോഷ്യബിൾ. ഓക്കെ. വില കുറച്ച് വരും. ബാണാൻ വിളിച്ചോ. ഒരു വിറ്റാര ബ്രസ് നമുക്ക് പരിചയപ്പെടാം. ഇത് വണ്ടി ഡീസൽ പെട്രോൾ? ഇത് ഡീസൽ മാനുവൽ ഉണ്ട് അല്ലേ? ഓക്കെ. ഇത് മോഡൽ വരുന്നത്? മോഡൽ 2018 മോഡലാണ്. ഓപ്ഷൻ തന്നെ VDI ആണ്. എത്ര ഓടിക്കുന്നത് വണ്ടി? 1.54 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ ആണ്. ഓക്കെ. ഇത് എത്ര ചോദിക്കണം നിങ്ങൾ? ഇത് 8 ചോദിക്കണം നമ്മൾ. 8.50 ചോദിക്കണം. 8.50 ചോദ്യം. ഓക്കെ. കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാ ഫുള്ള്. ഓക്കെ. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടി അല്ലേ? ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കളി കേട്ടോ. നമുക്ക് ഒരു മാരുതിയുടെ സ്വിഫ്റ്റ് കാർ നമുക്ക് പരിചയപ്പെടാം. സ്വിഫ്റ്റ് മോഡൽ എത്ര തന്നെ? സ്വിഫ്റ്റ് മോഡൽ 2018 19 രജിസ്ട്രേഷൻ. ഓക്കെ. വണ്ടി മാനുവലാ ഓട്ടോമാറ്റിക്കാ? അത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് തന്നെ. 2018 മോഡൽ 19 റേസ് ആണ്. ഓപ്ഷൻ പിന്നെ VDI. ഓട്ടോ എത്ര ഉണ്ട്? സിംഗിൾ ഓണർ 72,000 കിലോമീറ്റർ ഓട്ടം. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 72 ഓടിയിട്ടുണ്ട്. ഓക്കെ. വണ്ടി എന്ത് പാട്? റീപ്ലേസ് കാര്യങ്ങൾ? റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. പക്ക നീറ്റ് വണ്ടി അല്ലേ? ഓക്കെ. ഏതൊരു കസ്റ്റമറിനും വിശ്വസിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു അടിച്ചപ്പൊളി വണ്ടി. ഇത് ഉള്ളു പുറത്തൊക്കെ നല്ല നീറ്റ് ആണ് കേട്ടോ. ഒരു പുത്തൻ വണ്ടിന്റെ ലുക്ക് ഉണ്ട് വണ്ടി കാണാൻ. എത്ര ചോദ്യം? 7.25. അത് നമുക്ക് പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് വണ്ടി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് കാര്യം അതൊന്നും വിഷയമുള്ള കാര്യമില്ല. ഇവിടെ നമുക്ക് പുതിയ ഷേപ്പിൽ വരുന്ന ഹോണ്ടയുടെ അമേസ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് നമുക്ക് പരിചയപ്പെടാം. ഇത് മോഡൽ എത്രയാണ്? 2020 മോഡൽ. ഓക്കെ. VX ഓട്ടോമാറ്റിക്. VX ഓട്ടോമാറ്റിക് ആണ്. ഓപ്ഷൻ പിന്നെ VX അല്ലേ? വണ്ടി മോഡൽ 2020 ആണ്. ഓക്കെ. എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 34 ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ആണ്. ഓക്കെ. വണ്ടി എന്ത് പാട്? പെട്രോൾ വണ്ടിയാണ് അല്ലേ? പെട്രോൾ ആണ്. ഓക്കെ. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. നല്ല വണ്ടിയല്ലേ?
ഇനി എത്ര ചോദിക്കണേ? 8.65 നമ്മൾ ചോദിക്കുന്നത്. ആസ്കിങ് 8.65 ആസ്കിങ്. വില കുറച്ച് കൊടുക്കും. നെഗോഷ്യബിൾ ആണ്. ഓക്കെ. മാക്സിമം ഫിനാൻസ് ഒക്കെ എത്ര കയറും? ഫിനാൻസ് ഇത് ഒരു 7.5 റേഞ്ച് മതിയായിരിക്കും. ഓക്കെ. 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ എടുക്കാം. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നോക്കി വേണ്ടി. ആൾട്ടിസ് നമുക്ക് പരിചയപ്പെടാം. ഇത് എത്ര മോഡലാണ്? മോഡൽ 2008 മോഡൽ. 8 മോഡലാണ് അല്ലേ? 2008 മോഡലാണ്. വണ്ടി എന്തുപാട്? ഇല്ല, എക്സ്റ്റൻഡ് റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ. പിന്നെ നമുക്ക് വേണേ ചെക്ക് ചെയ്യാം. ഇതിപ്പോ മെക്കാനിക്കൽ കൊടുത്തിട്ട് ചെക്ക് ചെയ്യാം. ഇത് എത്ര ഓടിയിട്ടുണ്ടോ വണ്ടി? 80,000 കിലോമീറ്റർ. 80 ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണറിലാണ് വണ്ടി ഇപ്പൊ നിലവിൽ കിടക്കുന്നത്. സെക്കൻഡ് ഓണറിലാണ് ഉള്ളത് അല്ലേ? വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി അല്ലേ? വണ്ടിയുടെ നീറ്റ് നമുക്ക് കണ്ടറിയാം. കാണുമ്പോ 2008 നീറ്റിൽ കിടക്കാന്ന് പറഞ്ഞാൽ അതെ 2008 ഒരു മോഡൽ കൂടിയ വണ്ടി പോലെ തോന്നുന്നുള്ളത്. ഇത് എത്ര ടെസ്റ്റ് കഴിഞ്ഞിട്ട് ടെസ്റ്റ് കാര്യങ്ങൾ? അതായത് 2028 വരെ പേപ്പർ ഉണ്ട്. 2028 വരെ പേപ്പർ ഉണ്ട് അല്ലേ? ഇനിയിപ്പോ എടുക്കുന്ന ആൾക്കൊന്നും ചെയ്യാനില്ല. മെക്കാനിക്കൽ പരമായിട്ട് യാതൊരു കംപ്ലൈന്റ് കാര്യങ്ങളും ചേട്ടനൊന്ന് ഓടിച്ചു നോക്കി വണ്ടി പറയാം. അതിന്റെ ഒരു ഇത് അതെ പെർഫെക്റ്റ് ആണ്. യാതൊരു കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. എടുക്കുന്ന ആൾക്ക് ഇപ്പോ റിന്യൂവലും ചെയ്യാനില്ല. റിന്യൂവൽ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 2028 നമുക്ക് വീണ്ടും റിന്യൂവൽ കൊടുക്കാം. 5 നമുക്ക് കിട്ടും. അതെ. ഇത് എത്ര ചോദ്യം? 3.4, അതായത് 3.25. 3.25 ചോദിക്കുന്നത് അല്ലേ? 2008 വണ്ടി കേട്ടാ. 3.25 ചോദിക്കുന്നുണ്ട്. ഒറിജിനൽ കേരള വണ്ടിയാണ് കേട്ടോ. റേറ്റ് ഒക്കെ നമുക്ക് പരമാവധി അഡ്ജസ്റ്റ് ഇത് വണ്ടി പെട്രോൾ അല്ലേ? എഞ്ചിന് പെട്രോൾ ആണ്. അത് ഞാൻ ആദ്യം പറയാൻ വിട്ടേക്കുന്നു. പെട്രോൾ വണ്ടിയാണത്. ഇത് ഓപ്ഷൻ തന്നെ ഏതാണ് പെട്രോളിൽ? ഇത് ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ അല്ല, അതിന്റെ മിഡിലുള്ള ഓപ്ഷൻ അല്ല. ഓക്കെ. അപ്പോ ഈ സ്വിഫ്റ്റ് കാർ നമുക്ക് പരിചയപ്പെടാം. ഇത് വണ്ടി ഡീസലാ പെട്രോൾ? ഇത് പെട്രോൾ വണ്ടി അല്ലേ? ഇത് ഓപ്ഷൻ ZXi ആണ് വരുന്നത്. ZXi ഫുൾ ഓപ്ഷൻ. ഓക്കെ. മോഡൽ എത്ര? മോഡൽ 2013 മോഡൽ. ഓക്കെ. എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 1.3 ഓടിയുണ്ട്. 1,03,000. ഓണറൊക്കെ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണറിലാണ് ഇപ്പൊ വണ്ടി നിലവിൽ കിടക്കുന്നത്. ഇത് തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഹിസ്റ്ററി ഒന്നുമില്ല. എത്ര ചോദിക്കണേ? ഇത് 3.80 ചോദിക്കണം. 3.80 ചോദിക്കുന്നുണ്ട്. ഓക്കെ. വില പരമാവധി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാം. വണ്ടി നിങ്ങൾക്ക് ഓടിച്ചു നോക്കി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് റേറ്റിന്റെ കാര്യമൊക്കെ നമുക്ക് സംസാരിക്കാവുന്ന വിഷയമല്ല. 2013 മോഡല് സ്വിഫ്റ്റ് ഓപ്ഷൻ തന്നെ ZXi ആണ് കേട്ടോ. ZXi ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നത്. ഗ്രാൻഡ് i10 നിയോസ് അല്ലേ? നിയോസ് ഓട്ടോമാറ്റിക് വണ്ടി. മോഡൽ 2020. പുതിയ മോഡലാണ്. പെട്രോൾ ആണ്. വെറും 14,000 ഓടിയിട്ടുള്ള വണ്ടി. 14 ഓടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര ചോദിക്കണേ? 6.95 നമുക്ക് ഇപ്പൊ ഇതിലിട്ടിരിക്കണ വില. 6.95 ചോദിക്കുന്നത്. ഓക്കെ. വില കുറച്ച് കൊടുക്കും അല്ലേ? റേറ്റ് ഒക്കെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. പിന്നെ ഇത് ഫുൾ കമ്പനി ഹിസ്റ്ററി, പക്ക ഹിസ്റ്ററി. ഓക്കെ. വേറെ റീപ്ലേസ് കാര്യം തട്ടുമുട്ടൊന്നും ഇല്ല. ഓക്കെ. 2020 മോഡലാണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ് അല്ലേ? ഓട്ടോമാറ്റിക്. ഓക്കെ. സ്വിഫ്റ്റ് ഡിസയർ നമുക്ക് നോക്കാം. ഇത് മോഡൽ എത്ര വരുന്നത്? 2011 മോഡൽ. 11. ഡീസൽ പെട്രോളാ? പെട്രോൾ വണ്ടിയാണ് വരുന്നത്. പെട്രോൾ വണ്ടി അല്ലേ? ഓക്കെ. വണ്ടി എന്താ പാടി? വണ്ടി നീറ്റ് വണ്ടിയാണ്. കണ്ണും പൂട്ടിയെടുക്കാം. അത്രയ്ക്ക് നല്ല വണ്ടി അല്ലേ? ഓക്കെ. അല്ല, ഇത് കാണാൻ നല്ല വൃത്തിയുണ്ട് കേട്ടോ. അതെ, അതല്ലേ പറഞ്ഞേ. ഓക്കെ. കിലോമീറ്റർ 89,000 കിലോമീറ്റർ ഓട്ടോ. 89,000. അത്ര ഓടിയിട്ടുള്ള ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഫുൾ കമ്പനി ഹിസ്റ്ററി. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയിട്ട് ചെക്ക് ചെയ്യാം. ഇത് ഓണർഷിപ്പ് ഒക്കെ എത്ര? ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി. കണ്ട വണ്ടി നീറ്റ് കണ്ട നോക്കി നിങ്ങൾ തന്നെ. ഓക്കെ. 2011 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കേട്ടോ. ആകെ 89 ഓടിയിട്ടുള്ളൂ. പെട്രോൾ അല്ലേ? വണ്ടി പെട്രോൾ അല്ലേ? പെട്രോൾ വണ്ടി. ഓക്കെ. എത്ര ചോദ്യം? 2.75 ചോദ്യം. 2.75 ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കൂല? നെഗോഷ്യബിൾ. പരമാവധി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ വേണമെങ്കിൽ വന്നോ കേട്ടോ. അടുത്ത നമുക്ക് ഉണ്ടായിന്റെ വെർണ നമുക്ക് നോക്കാം. ഇത് മോഡൽ എത്ര തന്നെ? 2009 മോഡൽ. 2009 മോഡലാണ് അല്ലേ? ഓക്കെ. ഇത് പെട്രോൾ തന്നെയാണ് വരുന്നത്. പെട്രോൾ വേരിയന്റ് ആണ്. എത്ര ഓടിക്കുന്നത്? 56,000 കിലോമീറ്റർ. 56 ഓടിക്കുന്നത്. ഓക്കെ. ഇത് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല? നല്ല വണ്ടി അല്ലേ? മെക്കാനിക്കൽ പരമായിട്ട് ഇല്ല. അതിപ്പോ നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഹ്യുണ്ടായി നമ്മുടെ ഇതിന്റെ അപ്പുറത്ത് ഷോറൂം അവിടെ കൊണ്ടുപോയിട്ട് തൊട്ടപ്പുറത്ത് നമ്മുടെ ഇവിടെ അല്ല വണ്ടി ഇവിടെ ഹിസ്റ്ററി കാര്യങ്ങൾക്ക് നോക്കുന്ന ആൾക്കാർക്ക് ഇവിടെ ഷോറൂം ഒക്കെ അടുത്തടുത്ത് തന്നെയാണ്. എല്ലാ ഷോറൂമും ഇവിടെ തൊട്ടടുത്തുണ്ട്. ഇത് നിങ്ങൾ എത്ര ചോദിക്കണേ? നമ്മൾ 2 ലക്ഷം ചോദിക്കും. 2 രൂപ ചോദിക്കണ്ടല്ലേ? 2 ലക്ഷം. ഓക്കെ. ഇതിന്റെ പേപ്പർ കാര്യങ്ങളൊക്കെ എത്ര വരെ ഉണ്ടാവും? പേപ്പറും കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ അതായത് റിന്യൂവൽ ഇതിപ്പോ 2009 മോഡലല്ലേ? നമുക്ക് ഇതിന്റെ പേപ്പർ 2029 വരെ ഉണ്ട്. അത് 2029 വരെ നമുക്ക് വണ്ടി. ഓക്കെ. 2029 വരെ ടെസ്റ്റ് കഴിഞ്ഞതാണ്. ഓക്കെ. 2 രൂപ ചോദിക്കുന്ന വില കുറച്ച് കൊടുക്കും. അപ്പൊ വേണമെങ്കിൽ വന്നു. കിയാന്റെ സോണറ്റ് നമുക്ക് പരിചയപ്പെടാം. ഇത് ഡീസൽ വണ്ടിയാണ്, മാനുവൽ വണ്ടിയാണ്. ഓക്കെ. ഇത് മോഡൽ എത്ര വരുന്നത്? ഇത് മോഡൽ വരുന്നത് 2022 മോഡലാണ്. ഓക്കെ. വണ്ടി എത്ര ഓടിയിട്ടുണ്ട്? ഓട്ടം വെറും 21,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ അല്ല? സിംഗിൾ ആർ.
ഓക്കെ. വണ്ടി ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല, നല്ല വണ്ടിയല്ല, ഒരു പ്രശ്നമില്ല, പക്ക വണ്ടിയാണ്. വണ്ടി. ഓക്കെ, നല്ല ആലുവ പോലത്തെ വണ്ടിയാണ് കേട്ടോ. നല്ല ബ്ലാക്ക് കളറിലാണ് വരുന്നത്. വെറും 21,000 ഓടിയിട്ടുള്ളൂ. 21 ഓടിയിട്ടുള്ളൂ അല്ലേ? ഇത് ഓപ്ഷൻ തന്നെ ഏതാണ്? ഓപ്ഷൻ ഫുൾ ഓപ്ഷന് തൊട്ട് താഴെയുള്ള വേരിയന്റ് ആണ്. ഓക്കെ, ഫുള്ളിന്റെ നേരെ താഴത്തുള്ള ഓപ്ഷൻ ആണ് വരുന്നത്. വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല, സെയിം ഫുൾ ഓപ്ഷൻ മാതിരിയാണ്. അതെ അതെ അതെ. ഓക്കെ ഓക്കെ, നല്ല നീറ്റ് വണ്ടിയാണ്. എത്ര ഇത് ചോദിക്കണത് നിങ്ങൾ? ചോദിക്കണത് 12.5 12.50 ചോദിക്കണ്ടല്ലേ? ഓക്കെ, വില കുറച്ച് കൊടുക്കും. വില എന്തെങ്കിലുമൊക്കെ കുറച്ച് മാക്സിമം ഫിനാൻസ് ഒക്കെ എത്ര? ഫിനാൻസ് ഇത് ഏകദേശം ഒരു 10 ലക്ഷത്തിന് മീതെ ഫിനാൻസ് തന്നെ കിട്ടും തന്നെ. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. നിസാന്റെ മാഗ്നൈറ്റ് നമുക്ക് പരിചയപ്പെടാം. ഇത് വണ്ടി പെട്രോൾ വണ്ടിയാ? പെട്രോൾ വണ്ടി. ഓക്കെ, ഓട്ടോമാറ്റിക് വണ്ടിയാണ്? ഓട്ടോമാറ്റിക് CVT ആണ്. അതെ അതെ, CVT ടർബോ. ഓക്കെ ഓക്കെ ഓക്കെ. വണ്ടി എന്തുപാട്? ഇത് വണ്ടി എങ്ങനെയുണ്ട്? ഇത് 21 മോഡലാണ്. പിന്നെ പെട്രോൾ ആണ്. പിന്നെ 39,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 39 ഓടിക്കുന്നതാ. ഓക്കെ, വണ്ടി തട്ടുമുട്ട് വരക്ക് ഒരു ആക്സിഡന്റോ ഇത് റീപ്ലേസ് ഒന്നുമില്ല, നല്ല വണ്ടിയല്ലേ? നല്ല വണ്ടി. ഓക്കെ, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അതെ അതെ. പിന്നെ തട്ടുമുട്ട് വരക്കൊന്നുമില്ല. പ്രൈസ് വരുന്നത് 7.75. 7.75 നിങ്ങൾ ചോദിക്കുന്നത്. 2021 മോഡലാണ്. 7.75 ചോദിക്കുന്നത്. വില നെഗോഷ്യബിൾ ആണ് അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണ് കേട്ടോ. ഓണർഷിപ്പ് സിംഗിളാ വരുന്നത്. പിന്നെ ഓട്ടം കുറവല്ലേ? എത്ര ഓടിക്കണം? വളരെ കുറവാ, 39,000 ഓടിയിട്ടുള്ളൂ. 39. ഓക്കെ, 39,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ബാണാങ്ക് വിളിച്ചോ. ഒരു അതിന്റെ ക്രേറ്റ നമുക്ക് നോക്കാം. ഇത് പെട്രോൾ വണ്ടിയാണ് കേട്ടോ. ഓട്ടോമാറ്റിക് അല്ലേ വണ്ടി? അതെ അതെ, ഓട്ടോമാറ്റിക് വണ്ടി. മോഡലും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാളി. 2019 ആണ് മോഡല്. പിന്നെ 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി ആക്സിഡന്റ് റീപ്ലേസ്? ഇതിലൊന്നും റീപ്ലേസ്മെന്റ് വരാൻ സാധ്യതയില്ല. പാലക്കാട് രജിസ്ട്രേഷൻ ആണ്. പിന്നെ 12 ലക്ഷമാണ് ഇതിന്റെ പ്രൈസ് പറയുന്നത്. 12 രൂപ ചോദിക്കുന്നുണ്ട് അല്ലേ? വില കുറച്ച് കൊടുക്കും. പിന്നെ എല്ലാ വണ്ടിയും നമുക്ക് നെഗോഷ്യബിൾ തന്നെയാണ്. നെഗോഷ്യബിൾ ആണ്. ഓക്കെ, വണ്ടി ഉള്ളു നോക്കുകയാണെങ്കിൽ പുറത്ത് നോക്കുകയാണെങ്കിൽ നല്ല ലുക്കാണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. 2019 മോഡലാണ്. ഇത് CC വരുന്ന 1.6 അല്ലേ? 1.6 SX ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, പെട്രോൾ വണ്ടി. ചോദ്യം 12 രൂപ ചോദിക്കണ്ടല്ലേ? 12 രൂപ. വില കുറച്ച് കൊടുക്കൂലേ? മാക്സിമം ഫിനാൻസ് മാക്സിമം ഫിനാൻസ് നമ്മൾ ചെയ്തു കൊടുക്കും. എല്ലാ കാര്യം ചെയ്തു കൊടുക്കും. ഓക്കെ, അപ്പൊ ബാണാങ്ക് വിളിച്ചോ. ക്രേറ്റ നമുക്ക് പരിചയപ്പെടാം. ഓട്ടോമാറ്റിക് വണ്ടിയാണ്, ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടി ഒരുപാട് ആൾക്കാർ തപ്പി നടക്കുന്നുണ്ട് ഓട്ടോമാറ്റിക്കല്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം നോക്കിക്കോളൂ കേട്ടോ. ജിത്തോട്ട, ഇത് മോഡൽ എത്ര വരുന്നത്? ഇത് 2018 മോഡലാണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. പിന്നെ ഓടിയിട്ടുള്ളത് 1,19,000 കിലോമീറ്റർ ആണ്. ഓക്കെ, വണ്ടി പെർഫെക്റ്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കറക്റ്റ് കമ്പനി സർവീസ്. നല്ല വണ്ടിയല്ലേ? നല്ല വണ്ടി. ഇത് എത്ര നിങ്ങൾ ചോദിക്കുന്നത്? 10.50. 10.50 ചോദിക്കുന്നത്. നമ്മൾ ഒന്ന് ചോദിക്കാൻ വിട്ടേ, ഇത് പിന്നെ ഏതാണ് ഇത് വരുന്നത്? CC 1.6 ആണ് അല്ലേ? ഓക്കെ, ഓക്കെ, SX പ്ലസ് ആണ് വേരിയന്റ് വരുന്നത്. ഓട്ടോമാറ്റിക്. ഓക്കെ, 10.50 നിങ്ങൾ ചോദിക്കണ്ടല്ലേ? വില നെഗോഷ്യബിൾ ആണ്. ഇതൊക്കെ മാക്സിമം എത്ര ഫിനാൻസ് കിട്ടും? ഇതൊക്കെ ഒരു എത്ര പൈസ ഇറക്കാൻ പറ്റൂ? 1 ലക്ഷം രൂപ വേണം? 8 വരെ, 8-9 വരെ. അത്രക്ക് കിട്ടൂല? ഓക്കെ, 1 ലക്ഷം രൂപ നിങ്ങൾ ഇറക്കാൻ പറ്റൂല വണ്ടി? നോക്കാം നമ്മൾ. പിന്നെ നമ്മൾ ഈ പ്രൊഫൈൽ അനുസരിച്ച് മാറ്റം വരും ആൾക്ക്. ഓക്കെ, നല്ല സ്ട്രോങ് പ്രൊഫൈൽ ആണെങ്കിൽ ഏകദേശം 1 ലക്ഷം രൂപന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ ഇറക്കാൻ പറ്റും. പിന്നെ വേറെ വിഷയം എന്താ വെച്ചാല്, നമ്മള് ഈ സിവിൽ സ്കോർ ഇല്ലേ, 750, 800 സിവിൽ സ്കോർ ഉണ്ടായിട്ട് കാര്യമില്ല. അതിന് മുമ്പത്തെ എന്തെങ്കിലും പ്രൊഫൈലിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങൾ, അതായത് ലോൺ ആദ്യം എടുത്തിട്ട് നിങ്ങൾ ലേറ്റ് പേയ്മെന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ലോൺ കിട്ടൂല കേട്ടോ. അത് നിങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ച് നോക്കിക്കോളി. എന്റെ അറിവിൽ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ 10.50 ചോദിക്കുന്നുണ്ട്. വില നെഗോഷ്യബിൾ ആണ്. വേണമെങ്കിൽ വിളിച്ചോ. ബ്രസ ഓട്ടോമാറ്റിക് വണ്ടി നമുക്ക് പരിചയപ്പെടാം. ഇത് മോഡൽ എത്ര? ഇത് മോഡൽ വരുന്നത് 19 മോഡലാണ് അല്ലേ? ഓക്കെ, എത്ര ഓടിയിട്ടുണ്ട്? ഓട്ടം 48,000 കിലോമീറ്റർ. ഓട്ടം. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്. ഡീസൽ ഓട്ടോമാറ്റിക് ആട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി നല്ല വണ്ടി, സർവീസ് ആണ്, ഗ്യാരണ്ടി. ഓക്കെ, തട്ടുമുട്ട് ഒന്നുമില്ല പരിപാടികളൊന്നും. ജിത്തോട്ടെ, ഇത് എത്ര വില ഉദ്ദേശിക്കുന്നത്? വില വരുന്നത് 9.90 ആണ്. 9.90 ചോദിക്കണ്ടല്ലേ? ഇതൊക്കെ മാക്സിമം ലോൺ ഒക്കെ എത്ര കിട്ടും? ഇത് മാക്സിമം എങ്ങനെയാണെങ്കിലും ഒരു 8.5 വരയ്ക്കും ലോൺ ചെയ്യാൻ പറ്റും. 8 രൂപയൊക്കെ ലോൺ ചെയ്യാൻ പറ്റും. ഇത് ഡീസൽ വണ്ടിയാണ്. 48,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ കേട്ടോ. 9.90 ചോദിക്കുന്നുണ്ട്. വില നെഗോഷ്യബിൾ ആണ്. അപ്പൊ ബാണാങ്ക് വിളിച്ചോ. നമുക്ക് ഒരു ജീപ്പ് കോമ്പസ് നമുക്ക് നോക്കാം. എത്ര മോഡലാ വരുന്നത്? ഇത് 2019 മോഡലാണ്. 19 മോഡൽ അല്ല? ഇത് ഡീസൽ അല്ലോ? ഡീസൽ വേരിയന്റാ. ഓക്കെ, വണ്ടി എന്തുവാട്? വണ്ടി എങ്ങനെയുണ്ട്? നല്ല സൂപ്പർ വണ്ടിയാ. നല്ല വണ്ടി, തട്ടുമുട്ട് പേർക്കൊന്നുമില്ല. നല്ല വണ്ടിയല്ല? വെറും 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ല വണ്ടിയാണ്. ഏകദേശം 55 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണല്ലോ വരുന്നത്. ലിമിറ്റഡ് പ്ലസ് ആണ് വേരിയന്റ് വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, ലിമിറ്റഡ് പ്ലസ് ആണ് വേരിയന്റ് വരുന്നത്. ഇത് ഡീസലിൽ ഏകദേശം മൈലേജ് ഒക്കെ എത്ര കിട്ടും?
മൈലേജ് ഒരു 15 ആ ഒരു റേഞ്ചൊക്കെ മൈലേജ് റേഞ്ച് മൈലേജ്. ഓക്കെ. ഇത് എത്രയാണ് നിങ്ങൾ ചോദിക്കുന്നതിന്? ഇതിപ്പോ ചോദിക്കുന്നത് 15 ലക്ഷമാണ്. ആസ്കിങ് 15 വില കുറച്ച് വിലയൊക്കെ നമുക്ക് കസ്റ്റമർ വന്ന് നോക്കിയിട്ട് നമുക്ക് പരമാവധി നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കും അല്ലേ? ഓക്കെ. അപ്പോ വേണമെങ്കിൽ വിളിച്ചോ. കിയാന്റെ സോണറ്റ് നമുക്ക് പരിചയപ്പെടാം. സോണറ്റ് പെട്രോൾ വണ്ടിയല്ലേ? അതെ, പെട്രോൾ എഞ്ചിനാണ്. എത്ര മോഡൽ തന്നെ? മോഡല് വരുന്നത് 2022 മോഡലാണ്. ഓക്കെ. ഏകദേശം എത്ര ഓടിയിട്ടുണ്ടോ വണ്ടി? ഓട്ടം 25,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 25 ഓടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഇത് ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ ആണ് വരുന്നത്. മിഡിൽ ഓപ്ഷൻ അല്ലേ? ഓക്കെ. എത്ര ചോദിക്കുന്നത്? 870 ആണ്. 870 ചോദിക്കുന്നത്. വില നെഗോഷ്യബിൾ ആണ് അല്ലേ? വില കുറച്ച് വരും. 870 ചോദിക്കുന്നുണ്ട്. പൊന്നാനി രജിസ്ട്രേഷൻ ആണ്. പൊന്നാനി റേസിൽ വരുന്ന വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ് കേട്ടോ. സിംഗിൾ. ചെറിയ ഓട്ടോ ഉള്ള വണ്ടിയാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. ഈ ഒരു വണ്ടിയും കൂടി നിങ്ങളെ പരിചയപ്പെടുത്തി വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ അറിയാനോ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള മൊബൈൽ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ ഇത് കറക്റ്റ് ലൊക്കേഷൻ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ദൂരം. തൃശ്ശൂർ ഗുരുവായൂർ റോട്ടിൽ നമ്മുടെ നന്ദിലത്ത് ജിമാർട്ടിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോറൂം വരുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു മാരുതിയുടെ സിയാസ് നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. പെട്രോൾ വണ്ടിയാണ് അല്ലേ? ഇത് മോഡൽ എത്രയാണ്? 2016 മോഡൽ. 2016 മോഡലാണ്. ഓപ്ഷൻ വരുന്ന പിന്നെ ഇതിൽ മാത്രമല്ല പെട്രോൾ മാത്രമല്ല, ഇതിൽ CNG ഉണ്ട്. CNG തന്നെ? ഓ, രണ്ടും കൂടി ഉണ്ട് അല്ലേ? രണ്ടും ഉണ്ട്. ഓക്കെ. ഓപ്ഷൻ വരുന്ന ZXi ആണ് അല്ലേ? ZXi. ഓക്കെ. CNG ആണ്. പിന്നെ അതുപോലെ തന്നെ ഏതാ ഇത്? എത്ര കിലോമീറ്റർ ഓടിക്കുന്ന? കിലോമീറ്റർ വെറും 47,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. 47 ഓടിയിട്ടുള്ളൂ അല്ലേ? ഓണർഷിപ്പ് തന്നെ സെക്കൻഡ് ഓണർ ആണ്. ഓക്കെ. ഇത് എത്ര നിങ്ങൾ ചോദിക്കുന്നത്? ഇത് 6 നമ്മൾ 680 ആണ്. 650 ആണ് അല്ലേ? 2016 മോഡൽ. ഇത് മാനുവൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. മാനുവൽ അല്ല. ZXi ഓട്ടോമാറ്റിക് ആണ്. 2016 മോഡലാണ്. ആകെ 47 ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. ചോദിക്കുന്ന 650 ആണ്. വില നെഗോഷ്യബിൾ ആണ്. മാക്സിമം ഫിനാൻസ് കയറും അല്ലേ? ഒരു 50 ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. ഒരു 50,000 രൂപ ഉണ്ടെങ്കിലൊക്കെ ഈ വണ്ടി ഇറക്കാൻ പറ്റും. വണ്ടി വളരെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല കേട്ടോ. നീറ്റ് വണ്ടി. ഓക്കെ. ധൈര്യമായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി. അതെ. അപ്പോൾ വീഡിയോയുടെ താഴെ മൊബൈൽ നമ്പർ ഉണ്ട്. അപ്പോൾ അതിൽ വിളിച്ചോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ.